പുള്ളി പറഞ്ഞത് ഇതൊരു ചരിത്രമാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകളെ ഞാൻ ഓർക്കുന്നു. പിന്നെ അതുമാത്രമല്ല, ഞാൻ ഫെഡറൽ ബാങ്കിന് കൊടുത്ത കത്തുകൾക്കൊന്നും എന്താ അവർക്ക് മറുപടി ഇല്ലാത്തത്? ഫെഡറൽ ബാങ്കിന് ഞാൻ അയച്ചു, മറുപടി എൻ്റെ വക്കീൽ അയച്ചിട്ടുണ്ട്, ഞാൻ ഇമെയിൽ അയച്ചിട്ടുണ്ട്, അവർ ഹെഡ് ക്വാർട്ടേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഫെഡറൽ ബാങ്കിന് ഒരു അക്ഷരം പോലും പറയാൻ പറ്റുന്നില്ലല്ലോ മറുപടിയിൽ. അവർ ഇല്ലീഗലായിട്ടല്ല ലോൺ ക്ലോസ് ചെയ്തിരിക്കുന്നത്, കൊണ്ടമാനം ക്യാഷുകളാണ് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനത് ഇൻകം ടാക്സിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അഡ്വാൻസ് ആയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തത് കൊണ്ട് എന്നെ ഇൻകം ടാക്സ് നാളെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരെ അക്കൗണ്ട് ആരാ ക്യാഷ് കൊണ്ടുവന്നിട്ട് എൻ്റെ പെർമിഷൻ ഇല്ലാതെയാണ് എൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്. ഇതിൽ കേവലം ആരോപണങ്ങൾക്കപ്പുറത്ത് നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന കൃത്യമായ തെളിവുകൾ എന്തൊക്കെയാണ്? ചില തെളിവുകളൊക്കെ എനിക്ക് UK നിന്നൊക്കെ കിട്ടിയ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ ആവശ്യമുള്ള സ്ഥലത്ത് ഇനിയിപ്പോൾ കോടതിയിൽ വന്നല്ലോ, ഇപ്പോൾ കോടതിയിൽ നമ്മൾ കൊടുത്തല്ലേ പറ്റുള്ളൂ. കോടതിയിൽ കൊടുക്കാൻ തയ്യാറാണ്. എന്നെ ഇപ്പോൾ ഇന്നലെ രാത്രിയും UK നിന്നൊക്കെ ഇന്നലെയും മെഞ്ഞാന്നൊക്കെ ആൾക്കാർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവൻ കാരണം അവിടെ ഞാൻ മാത്രമല്ല, പല ആൾക്കാർ ഇവൻ കാരണം അവിടെ ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. ശോഭനൻ്റെ ഒരു പ്രോഗ്രാം നടത്തിയിട്ട് അതും ഞാൻ പറയുന്നുണ്ട്. ശോഭനൻ്റെ ഒരു പ്രോഗ്രാം നടത്തി കാശ് വിരിച്ചിട്ട് ആ പ്രോഗ്രാം എന്തോ ഇതായില്ല, അങ്ങനെ അത് ഒരുപാട് വിഷയം, അങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ് ദൈനംദിനം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വയനാട് അപകടം നടന്നിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞില്ലേ? വയനാട് അപകടത്തിൻ്റെ പേരിൽ ഇവർ കൈരളി എന്ന് പറഞ്ഞ ഇവൻ്റെ സംഘടന 33,000 പൗണ്ട് അവിടെ പിരിച്ചു ദുരിതാശ്വാസ നിധി കൊടുക്കാൻ വേണ്ടി. പക്ഷേ കൊടുത്തിട്ടില്ല. ഞാനത് കഴിഞ്ഞ ഏതോ ഒരു മീഡിയയിൽ കഴിഞ്ഞ മാസം പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ കഴിഞ്ഞ ഒരു 20 ദിവസം മുമ്പാണ് CMന് പൈസ കൊടുത്തത്. 1 വർഷം കഴിഞ്ഞിട്ട്. 1 വർഷം ആ പൈസ അവർ റൊട്ടേറ്റ് ചെയ്തു. 33,000 പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ 35 ലക്ഷം രൂപയായി ഇന്ത്യയിലെ. ഷ്യാമിനെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് പണ്ട് മുതലേ ഉള്ള പരിചയമാണ്. നമ്മൾ സിനിമാ മേഖലയായിട്ട് ചെന്നൈയിൽ നിന്ന് പരിചയപ്പെട്ടാണ്. ഷ്യാമ് സിനിമയിൽ ചീഫ് അസോസിയേറ്റ് ആണല്ലോ രഞ്ജിത്തിൻ്റെ കൂടെ. ചെന്നൈയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. അങ്ങനെ പരിചയമായതാണ്. അന്നൊന്നും മാഷ് വലിയ ലീഡറൊന്നുമല്ല. ശ്യാമ് സിനിമയിലുള്ള ഒരു മലയാളി എന്നുള്ള രീതിയിൽ പരിചയമായതാണ്. ഈ പരാതി കൊടുത്തതിന് ശേഷം ശ്യാമുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ആശയവിനിമയം നടന്നിട്ടുണ്ടോ? ഉണ്ട്. ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അതായത് പുള്ളി ഫോണിൽ സംസാരിക്കില്ല, നേരത്തെ വന്ന്, അതായത് സ്വാഭാവികമാണല്ലോ, എന്നെ ഒഴിവാക്കണം, ഞാനെന്താ ചെയ്തത്, ഞാനൊരു രക്ഷയ്ക്ക് വേണ്ടി അന്ന് അവൻ്റെ അടുത്ത് പോയി അവനത് സഹായിച്ചു എന്നല്ലാതെ വേറെ എന്താ ഞാൻ എന്നുള്ളത് അങ്ങനെ സ്വാഭാവികമായിട്ട് ആ പുള്ളിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അത്രയും. ഷ്യാമിനെ ഞാൻ ഇന്നും കുറ്റപ്പെടുന്നില്ല. ഷ്യാമിൻ്റെ ഒരു വിഷയം വന്ന് ഒരു സിനിമൻ്റെ ഒരു ബന്ധപ്പെട്ടിട്ടൊരു ഫണ്ട് ഒരാളെടുത്ത് വാങ്ങി തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അതങ്ങനെ ഇഷ്യൂ ആയി. അത് വലിയൊരു സീരിയസ് ഇഷ്യൂ അല്ല അത്. അതിപ്പോൾ എന്തിനാണ് ഞാനിതിനകത്ത് ഷ്യാമ് ട്രാപ്പ് ചെയ്യപ്പെടാനുള്ള എവിഡൻസ് ആയിട്ട് ആ വാക്ക് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഷ്യാമിനെ ഇവൻ ടാർഗറ്റ് ചെയ്യുന്നത് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പാർട്ടി സെക്രട്ടറിയും ഷ്യാമും ഈ രാജേഷിന്റെ ട്രാപ്പിൽപ്പെടുന്നതാണ്. സെക്രട്ടറി എന്ന് പറയാൻ പറ്റില്ല. സെക്രട്ടറിയുടെ മകൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അച്ഛൻ എന്നുള്ള രീതിയിൽ ഒന്നിക്കണ്ട മകനെ തള്ളി പറയണം, അല്ലെങ്കിൽ മകൻ്റെ കൂടെ നിൽക്കണം. ഇതേ പറയാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സൗഹൃദ ബന്ധം മാത്രമാണ്. സിനിമ ഇൻഡസ്ട്രിയിൽ പരിചയമായതാണ്. പുള്ളി സിനിമ ചെന്നൈയിലൊക്കെ വരാറുണ്ടായിരുന്നു. അസോസിയേറ്റ് മറ്റേ രഞ്ജിത്തിൻ്റെ അസോസിയേറ്റ് ആണല്ലോ. ഒരുപാട് സിനിമ ഒരുമിച്ച് അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പരിചയമാണ്. എങ്ങനെ ലക്ഷ്യം എന്തായിരിക്കും? അതാണ് ഇപ്പോൾ എല്ലാവരും ഇന്ന് കാലത്തെ മുതൽ ചോദിക്കുന്നത്. അതായത് നിങ്ങൾക്ക് പാർട്ടിക്ക് ഞാൻ കൊടുത്ത കംപ്ലയിൻറ്റ് നിങ്ങളെ കയ്യിൽ കിട്ടി, മനസ്സിലായി. അത് വെച്ചിട്ട് നിങ്ങൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു കംപ്ലയിൻറ്റ് കോപ്പി തയ്യാറാക്കുന്നതിന് പകരം എവിഡൻസ് നമ്പർ 1 ആയിട്ട് അത് കൊടുക്കാൻ പാടില്ലല്ലോ. അത് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ അഡ്വക്കേറ്റ് ബൈ മിസ്റ്റേക്ക് കൊടുത്തതാവാം, അല്ലെങ്കിൽ ഇൻറ്റൻഷ്യലി കൊടുത്തതാവാം. അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തതാവാം. അല്ലെങ്കിൽ ആരെങ്കിലും, ഇപ്പോൾ ആർക്കും ചിന്തിച്ചിട്ട് കിട്ടാത്തൊരു വിഷയമാണത്. എന്തിന് ഈ കംപ്ലയിൻറ്റ് കോപ്പി കോടതിയിൽ കൊണ്ടുപോയി കൊടുത്തു? നിൻ്റെ കയ്യിൽ കിട്ടിയത് ഓക്കെ, നിനക്കത് വെച്ചിട്ട് കൗണ്ടർ കംപ്ലയിൻറ്റ് പ്രിപ്പയർ ചെയ്യുക കോടതിയിൽ കൊടുക്കാൻ. തെളിവായിട്ട് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പാർട്ടി അതിലും അത്ഭുതപ്പെടുത്തിയത് അതിലും വലിയ വിഷയം. അത് ചോർന്നെന്ന് പറഞ്ഞിട്ട് അയച്ച മെയിലും ചോർന്നു, അതും ചോർന്ന്. പാർട്ടിയെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി രാജേഷ് ചെയ്തതാണെന്നാണോ കരുതുന്നത്? 100%. ഇപ്പോൾ പാർട്ടി എന്നെ കൊണ്ട് പാർട്ടിക്ക് യാതൊരു ദോഷം ഉണ്ടായിട്ടില്ല ഇതുവരെ എന്ന് വിചാരിക്കുന്നു. രാജേഷിനെ കൊണ്ടുണ്ടായത് ചില്ലറ ബുദ്ധിമുട്ടല്ല. ഇപ്പം രാജേഷ് കാരണം നശിച്ച കുടുംബങ്ങളുടെ കണക്ക് ലിസ്റ്റ് ഇനിയിപ്പോൾ അടുത്ത് പുറത്തു വരും. ഒരുപാട് ആൾക്കാർ ബന്ധപ്പെടുന്നുണ്ട്. അതിലൊരാളാണ്. എന്നെപ്പോലെ തന്നെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി, ഏരിയ കമ്മിറ്റി മെമ്പർ, ഒരു സ്ത്രീയുടെ മകൻ്റെ കുടുംബം, പിന്നെ വേറൊരു മറ്റേ നമ്മളെ തിരുവല്ലയിലുള്ള ഒരാളുടെ കുടുംബം, ഇങ്ങനെ പല കുടുംബങ്ങളും നശിച്ചിട്ടുണ്ട്. താങ്കൾ തന്നെ പറഞ്ഞ രാജേഷിന് ഉന്നതങ്ങളിൽ ബന്ധമുണ്ട് പിടിപാടുന്നത്. ഇപ്പോൾ ഇങ്ങനെ രാജേഷിനെ തുറന്നൊരു പോര് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഭീഷണി ഉണ്ടാവും. ഇപ്പം നാളെ തന്നെ ഇപ്പം സൈബർ പോരാളി ഷാജിമാരും, അൻവറില്ല, അതേപോലെയുള്ള അൻവർമാരൊക്കെ വരും. പോരാളി ഷാജിമാർ ഇതൊക്കെ വരും. നമ്മൾ സത്യം എൻ്റെ അടുത്താണ്. എനിക്കതിൽ യാതൊരു എന്നെ അറിയുന്ന ആൾക്കാർക്കും എന്നായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും സത്യം എന്താണെന്നറിയാം. അതിൽ ഞാൻ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല.